അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ലോകത്ത് വെച്ചുകൊണ്ട് ഏറ്റവും നല്ല സ്വഭാവമുള്ള നേതാവാണ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ. ആ മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിത ചരിത്രങ്ങൾ നമ്മൾ മനസ്സിലാക്കിയവരാണ്. ഹബീബായ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വകാന അഹബ്ബു സിയാബി ഇലൈഹിൽ ബിയ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വസ്ത്രങ്ങളായിരുന്നു വെളുത്തതായ വസ്ത്രം ധരിക്കുക എന്നത്. അതുകൊണ്ടാണ് വെളുത്തതായ വസ്ത്രം ധരിക്കൽ പ്രത്യേകമായി സുന്നത്താക്കാനുള്ളതായ കാരണം. അതുകൊണ്ട് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ചര്യയെ പിൻപറ്റുന്ന ഓരോ വ്യക്തികളും വെളുത്ത വസ്ത്രം ധരിച്ചുകൊണ്ട് തന്റെ ജീവിതത്തിലെ എല്ലാ സമയങ്ങളിലും വെളുത്ത വസ്ത്രത്തിലേക്ക് പ്രാധാന്യം നൽകണം. നമ്മൾ മരണപ്പെട്ടു കഴിഞ്ഞാലും അതിനു ശേഷം നമ്മളെ പൊതിഞ്ഞ് ഖബറിൽ പ്രവേശിപ്പിക്കുന്നതും വെളുത്ത വസ്ത്രം കൊണ്ടാണ്. അതുകൊണ്ട് തന്നെ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇഷ്ടപ്പെട്ടതായ വസ്ത്രമാണ് അൽ-ബീർ, വെള്ള വസ്ത്രം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട മറ്റൊരു സംഗതിയാണ് അത്തർ, സുഗന്ധം എന്നുള്ളത്. ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുകയായിരുന്നു സുഗന്ധം. സ്വഹാബാക്കൾ പറയുന്നതായി കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അത്തർ തേച്ച് തന്റെ ശരീരത്തില്, തന്റെ വസ്ത്രത്തില് ആ അത്തറിന്റെ കളറ് കാണുമായിരുന്നു. അത്രത്തോളം കൂടുതൽ സുഗന്ധം പൂശുന്ന നേതാവാണ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ. അതേപോലെ തന്നെ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നല്ല ദയവുള്ള വ്യക്തിയായി, ജനങ്ങളോട് കൃപ കാണിക്കുന്ന നേതാവായിരുന്നു. അതുപോലെ തന്നെ അനുഗ്രഹം ചെയ്യുന്നതായ, കാരുണ്യം കാണിക്കുന്നതായ നേതാവാണ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ. ഖാല അനസ് റളിയല്ലാഹു അൻഹു, ബഹുമാനപ്പെട്ട അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഖദംതു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം 10 സിനീൻ, ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് 10 വർഷമായി സേവനമനുഷ്ഠിക്കുകയാണ്, ഖിദ്മത്ത് ചെയ്യുകയാണ്. ആ 10 വർഷം ഖിദ്മത്ത് ചെയ്തപ്പോ അതിന്റെ അനുഭവം വെച്ചുകൊണ്ട് അനസ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഫമാ ഖാല ലീ ഫിൽ ഫത്ത്, എന്നോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഛേ എന്നുള്ള വാക്ക് പോലും ഇന്നേ വരെയും പറഞ്ഞിട്ടില്ല. എത്രത്തോളം എന്ന് വെച്ചാൽ വമാ ഖാല ലിശൈഇൻ സനഅതുഹു ലിമാ സനഅതു, ഏതെങ്കിലും ഒരു കാര്യം ഞാൻ പ്രവർത്തിച്ചു കഴിഞ്ഞാൽ അത് എന്തിനു വേണ്ടിയാണ് ഈ പ്രവർത്തിച്ചത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എന്നോട് ചോദിച്ചിട്ടില്ല. വലാ ലിശൈഇൻ തറഖ്തഹു ലിമാ തറഖ്തഹു, ഏതെങ്കിലും ഒരു കാര്യം ഉപേക്ഷിച്ചു കഴിഞ്ഞാൽ അത് എന്തിനു വേണ്ടിയാണ് നീ അത് ഉപേക്ഷിച്ചത്, ഒഴിവാക്കിയത് എന്ന് പോലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എന്നോട് ചോദിച്ചിട്ടില്ല. അപ്പൊ പ്രവർത്തിച്ചതായ കാര്യങ്ങളെ കുറിച്ച്, എന്തിനു വേണ്ടിയാണ് അത് പ്രവർത്തിച്ചതെന്നോ, ഏതെങ്കിലും കാര്യം ഒഴിവാക്കി കഴിഞ്ഞാൽ അത് എന്തിനു വേണ്ടി ഒഴിവാക്കിയതെന്നോ, ഇത് രണ്ടും ലോക നേതാവ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എന്നോട് ചോദിച്ചില്ല. അത്രത്തോളം നിഷ്കളങ്ക ഹൃദയമുള്ള നേതാവാണ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ. അതുകൊണ്ട് ലോകത്തിന്റെ എല്ലാ ജനങ്ങൾക്കും, പാവപ്പെട്ടവരെന്നല്ല, പണക്കാരനെന്നല്ല, മതവ്യത്യാസങ്ങളില്ലാതെ എല്ലാ രാജാക്കന്മാർക്ക് വരെ മാതൃകയാക്കാൻ പറ്റുന്ന ഏക നേതാവാണ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ. ആ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ചര്യ പിൻപറ്റിക്കൊണ്ടായിരിക്കണം നമ്മൾ ജീവിക്കേണ്ടത്. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ.